AIDWA, ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് വിമൻസ് അസോസിയേഷൻ. പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നതും. ഈ അസോസിയേഷൻ 1981 രൂപീകരിച്ചതാണ്. ഇന്ത്യയിലെ സ്ത്രീകളുടെ ഏറ്റവും വലിയ അസോസിയേഷനാണ്, ഏറ്റവും വലിയ സംഘടനയാണ്. ഇനി മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ഇത് ഇടതുപക്ഷത്തിന്റെ ഒരു പോഷക സംഘടനയാണ്. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്, തുല്യതയ്ക്ക് വേണ്ടിയിട്ട്, പിന്നെ ഭക്ഷണം, ആരോഗ്യ സംരക്ഷണം, ജോലിക്കുള്ള ഈക്വാലിറ്റി, സുരക്ഷിതമായ ചുറ്റുപാടുകൾ, പിന്നെ ഏറ്റവും അവസാനം നമ്മൾ ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസം കിട്ടാനുള്ള അവകാശം കൂടി. ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ട്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇടതുപക്ഷം ഒരു പോഷക സംഘടനയാക്കി വളർത്തിയെടുത്തിരിക്കുന്നതാണ് AIDWA. ഈ AIDWAയുടെ 14ാമത് കോൺഫറൻസ്, 14ാമത് ഓൾ ഇന്ത്യ കോൺഫറൻസ് ഇപ്പോൾ ഹൈദരാബാദിൽ നടക്കാൻ പോവുകയാണ്. ഈ മാസം ജനുവരി 25 മുതൽ. എനിക്ക് ഈ AIDWAയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റായ നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ PK ശ്രീമതി ടീച്ചറാണ്. PK ശ്രീമതി ടീച്ചർ ആരാണെന്ന് ഞാൻ കൂടുതൽ ഇൻട്രൊഡക്ഷൻ തരേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ മുൻ ഹെൽത്ത് മിനിസ്റ്റർ, പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നെടുന്തൂണായിട്ടുള്ള ഒരാൾ, ദശാബ്ദങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മഹിളാ രത്നം. എനിക്ക് ചിലരൊക്കെ കണ്ടു കഴിയുമ്പോഴേക്കും ഇതുവരെ TV-യിലും പത്രത്തിലൊക്കെ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയെ നേരിട്ട് കണ്ടപ്പോൾ ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി. ഞാൻ അടുത്ത് നിന്ന് ഒരു അനുവാദം ചോദിച്ചു. പിന്നെ ഉണ്ടായ കാര്യങ്ങളൊക്കെ സർപ്രൈസിംഗ് ആയിരുന്നു. ഞാൻ AIDWAയെ കുറിച്ച് ഇനി കൂടുതൽ പറയുന്നതിന് മുമ്പായിട്ട് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീമതി ടീച്ചർ എന്താണ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് വിമൻസ് അസോസിയേഷൻ AIDWA അതിന്റെ 14th കോൺഫറൻസ്, നാഷണൽ കോൺഫറൻസിനായിട്ട് ഇവിടെ ഹൈദരാബാദിൽ അരങ്ങൊരുങ്ങുകയാണ്. ഇത് ജനുവരി മാസം 25 മുതൽ 28 വരെയാണ്. ഈ AIDWAയുടെ പ്രസിഡന്റായ ശ്രീമതി ടീച്ചറിനെ നമുക്കിവിടെ നമ്മുടെ കൂടെ ഒരു അല്പസമയത്തേക്ക് സമയം ചെലവഴിക്കാൻ കിട്ടിയിരിക്കുകയാണ്. അതിന്റെ സന്തോഷം ഞാൻ ആദ്യം പ്രകടിപ്പിക്കുന്നത്. ടീച്ചർ, താങ്ക് യു സോ മച്ച്. ഇപ്പോൾ ഈ ഒരു കോൺഫറൻസ് ടീച്ചറിന് ഇത്രയും തിരക്കുള്ള സമയത്തും ഇതുപോലെ എല്ലായിടത്തും നടന്ന് ഇങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാനുള്ള ആ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, അത് ഞങ്ങളെപ്പോലുള്ളവർക്ക് എപ്പോഴും ഒരു മോട്ടിവേഷനാണ്. ടീച്ചർ എങ്ങനെ ഇത് മാനേജ് ചെയ്യും? അത് ശരിക്കും ഇത് മാനേജ് ചെയ്യുക, പ്രത്യേകിച്ചും സ്ത്രീകൾ എന്നുള്ള നിലയിൽ മാനേജ് ചെയ്യാൻ കുറേയേറെ ബുദ്ധിമുട്ടുണ്ട്. നല്ല മനസ്സാന്നിധ്യവും ഒപ്പം കുടുംബത്തിൽ നിന്നുള്ള നല്ല പിന്തുണയും ഉണ്ടെങ്കിൽ ഏതൊരു സ്ത്രീക്കും പൊതുരംഗത്ത് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഞാൻ എന്ന വ്യക്തി. അത് ഇപ്പം ഈ അടുത്ത ഒരു മാസം മുൻപാണ് എൻ്റെ ഹസ്ബൻഡ് ഞങ്ങളെ വിട്ടുപോയത്. കുറച്ച് അസുഖം ഉണ്ടായിരുന്നു. പക്ഷേ നാഷണൽ കോൺഫറൻസ് എന്നുള്ള നിലയിൽ ഇവിടെ ഹൈദരാബാദിൽ ആദ്യമായിട്ട് നടക്കുന്നത്, തെലങ്കാന സ്റ്റേറ്റിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഓൾ ഇന്ത്യ കോൺഫറൻസ് നടക്കുന്നത്. അപ്പോൾ ഈ സമ്മേളനം വിജയിപ്പിക്കേണ്ടത് എൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്, വ്യക്തിപരമായിട്ടും സംഘടനയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എല്ലാവരുടെയുമാണ്. അതുകൊണ്ടാണല്ലോ പ്രമോദ് ഇപ്പോൾ ഞങ്ങളിവിടെ വന്ന് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഇത് കൊടുക്കുന്നതിന് ആവശ്യമായിട്ടൊരു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്കും വളരെ സന്തോഷമായി. എൻ്റെ ഒന്നിച്ച സംസ്ഥാന സെക്രട്ടറി ലക്ഷ്മിയുണ്ട്, അതുപോലെ അരുണ പ്രസിഡന്റ് അരുണയുണ്ട്, അതുപോലെ ആശാലത ഞങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഇവരൊക്കെ കൂടി ഞങ്ങൾ ഈ ഹൈദരാബാദിൽ നമ്മുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും മിത്രങ്ങളെയും ഒക്കെ കണ്ട് ആവശ്യമായ സഹായം ചെയ്തു തരണമെന്ന് പറയാനാണ് എത്തിയത്. അങ്ങനെയാണ് ഇവിടെ മലബാർ ഗോൾഡിലും ഞങ്ങൾ എത്തിയിട്ടുള്ളത്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. അഡ്വർടൈസ്മെൻ്റ് എല്ലാം തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ ഈ 16ാമത് ദേശീയ കോൺഫറൻസ് നടക്കുമ്പോൾ പ്രധാനമായും ഞങ്ങൾ ഈ ലൈഫ് വിത്ത് ഡിഗ്നിറ്റി ഈസ് അവർ റൈറ്റ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ മോട്ടോ. അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം സ്ത്രീകൾക്കുണ്ട്. തുല്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം, അതുപോലെ വിവേചനത്തിനെതിരായിട്ടുള്ള പോരാട്ടം ശക്തമായിട്ട് നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾ വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്ര എളുപ്പമല്ല എന്നറിയാം. കാരണം വളരെയേറെ അന്ധവിശ്വാസങ്ങളാലും അനാചാരങ്ങളാലും എല്ലാം വളരെയധികം രൂഢമൂലമായി കിടക്കുന്ന ഒരു സൊസൈറ്റിയിൽ നിന്ന് സ്ത്രീയെ എപ്പോഴും ഒരു കുടുംബത്തിൽ അടക്കി ഒതുക്കി നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ഒരു സ്വാധീനം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ സ്ത്രീ സമൂഹത്തെ ആകെ തുല്യ പദവിയിലേക്ക് ഉയർത്തുക എന്നുള്ളത് ഒരു ഭഗീരഥ പ്രയത്നമാണ്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിഷമമില്ല. എന്താ പെട്ടെന്ന് ഒരു തുല്യത കിട്ടുമെന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ പോലും കാലക്രമേണ വലിയ മാറ്റമുണ്ടാക്കാൻ ഞങ്ങളുടെ സംഘടനക്ക് സാധിക്കും. അതിനുവേണ്ടി നമ്മുടെ യങ് ജനറേഷനെ കൊണ്ടുവരാൻ കഴിയണമെന്ന് മാത്രമല്ല, ഞങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ, സ്ത്രീകളുടെ പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങൾ, സമൂഹത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതെല്ലാം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ മാക്സിമം കഴിവ് ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാ സ്റ്റേറ്റിലും ഞങ്ങളുടെ സംഘടനയുണ്ട്. സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും
പ്രമോദ് മുൻകൈ എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ആദ്യമായിട്ടായിരിക്കും ഞങ്ങൾക്ക് ഒരു അഡ്വർടൈസ്മെന്റ് എന്നുള്ള നിലയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ യൂട്യൂബ് വഴി കൊടുക്കുന്നതിന് തയ്യാറായത് വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഈ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് നമ്മുടെ ഹൈദരാബാദിലെ എല്ലാ മലയാളി സുഹൃത്തുക്കളുടെയും മറ്റുള്ളവരുടെയും സഹായവും പിന്തുണയും ഉണ്ടാവണം എന്ന് ഞാൻ എബിക്ക് വേണ്ടി, ഞങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടി, ആന്ധ്രയിലെ തെലങ്കാനയിലെ നമ്മുടെ റിസപ്ഷൻ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ 1981 സ്ഥാപിച്ച ഈ സംഘടന, ഇതിനെക്കുറിച്ച് ഞാൻ ശരിക്കും കേൾക്കുന്നത് അല്ലെ അറിയുന്നത് 2002 അന്ന് ഒരു പരസ്യം ഹിന്ദുസ്ഥാൻ ലിവറിന്റെ ഈ പരസ്യം ഞാൻ ടി വിയിൽ കണ്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. അതൊരു പരസ്യം, അത് എന്റെ വിവരക്കേടായിട്ട് എനിക്ക് തോന്നി. പിന്നീട് എപ്പോഴാണെന്നോ ഈ AIDW എന്ന് പറയുന്ന ഈ സംഘടന ഈ വിഷയത്തോടനുബന്ധിച്ച് ഒരു പ്രൊട്ടസ്റ്റ് നടത്തി. അപ്പോഴേ ഞാൻ ശ്രദ്ധിക്കുന്നത് എന്താണ് AIDW എന്നുള്ളത്. ആ പരസ്യം എന്താണെന്ന് അറിയൂ? ഡാർക്ക് സ്കിന്നുള്ള ഒരു പെൺകുട്ടി, അവളെ കുറിച്ച് ഓർത്ത് അവളുടെ അച്ഛൻ വിഷമിക്കുന്നു, അവൾക്കൊരു ജോലി കിട്ടുന്നില്ല. അപ്പോൾ അവളുടെ അമ്മ അവിടെ നിന്നുകൊണ്ട് പറയുന്നു, പെൺകുട്ടിയെ കെട്ടിച്ചുവിടാനുള്ളതൊക്കെ ഉണ്ടാക്കി വെക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ അച്ഛൻ അറിയാതെ പറഞ്ഞു പോവുകയാണ്, ഒരു ആൺകുട്ടിയായിരുന്നെങ്കിൽ മതിയായിരുന്നു എന്ന്. അതിനർത്ഥം എന്താണ്? വെളുത്ത സ്കിന്നില്ലാത്ത, തൊലി വെളുപ്പില്ലാത്ത ഒരു പെൺകുട്ടിയാണെങ്കിൽ അവൾക്ക് നമ്മൾ ഈ ഇന്ത്യയിൽ പ്രാധാന്യം കിട്ടില്ല, അവൾക്ക് ഈക്വാലിറ്റി കിട്ടില്ല. അതല്ലേ എന്റെ അർത്ഥം? ഈ AIDW അതിനെതിരായിട്ട് ശബ്ദമുയർത്തി, അവരത് കോർട്ടിൽ പോയി, എന്നിട്ട് ആ പരസ്യത്തിനെതിരെ വിധി നേടി. ഈ പരസ്യം ഇന്ത്യയിൽ പാടില്ല. സ്കിന്നിന്റെ കളർ വെച്ച് ഒരു അൺഈക്വാലിറ്റി വേണ്ട. ഇവിടെ നമ്മൾ ഇന്ത്യക്കാരാണ്, സായിപ്പിന്റെ സ്കിൻ പോലെ നമ്മൾ ഇന്ത്യൻ സ്കിൻ ആക്കിയെടുക്കാൻ ശ്രമിക്കേണ്ട, അല്ലെങ്കിൽ അതിലൊരു പരസ്യത്തിൽ കൂടി അങ്ങനെ ഒരു പ്രചാരം ഇവിടെ നടത്തണ്ട എന്നുള്ളൊരു കാര്യത്തിൽ അനുകൂല വിധി നേടിയ സംഘടനയാണ് AIDW. അപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചതും കൂടുതൽ അറിയുന്നതും. പിന്നെ ഒരു 10-12 വർഷം കഴിഞ്ഞപ്പോൾ മറ്റൊരു സംഭവം ഉണ്ടായി. ഡൽഹിയിൽ ഒരു പെൺകുട്ടിയെ ബലാത്സംഗത്തിന് ഇരയാക്കി, ഓർക്കുന്നുണ്ടാവുമല്ലോ, നിർഭയ കേസ്. 4 പേര് കൂടി ചേർന്ന് ഒരു ബസ്സിൽ വെച്ചൊരു പെണ്ണിനെ റേപ്പ് ചെയ്തു. ആ പെൺകുട്ടി 2 ദിവസം കഴിഞ്ഞപ്പോൾ ആശുപത്രി വെച്ച് മരിച്ചു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട്, കേസൊക്കെ ഒന്ന് കെട്ടടക്കം കഴിഞ്ഞിട്ട് BBC കുറിച്ച് ഡോക്യുമെന്ററി ഉണ്ടാക്കി. ഈ ഡോക്യുമെന്ററിയുടെ പേര് ഇന്ത്യസ് ഡോട്ടർ എന്നായിരുന്നു. ഇന്ത്യ ഗവൺമെന്റ്, നമ്മുടെ BJP ഗവൺമെന്റ് തീരുമാനം എടുത്തു, വേണ്ട, ആ ഒരു ഡോക്യുമെന്ററി ഇവിടെ വേണ്ട, അത് നമ്മുടെ ഇന്ത്യൻ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണ്, അല്ലെ ഇന്ത്യയിൽ ഇങ്ങനെയാണെന്ന് ലോകം മുഴുവൻ അറിയും, അതുകൊണ്ട് ഇതിവിടെ വേണ്ട, ഈ ഇന്ത്യയിൽ ഇത് സ്ക്രീൻ ചെയ്യേണ്ട എന്ന് പറയും. ഇപ്പൊ BBC എന്ന് പറയുന്നത് ഇന്ത്യ മാത്രമുള്ള അല്ല എന്നുള്ള കാര്യം നമ്മുടെ സർക്കാർ മനസ്സിലാക്കിയില്ല, നമ്മുടെ കേന്ദ്ര സർക്കാർ മനസ്സിലാക്കിയില്ല. അവർക്ക് ഇന്ത്യയിലല്ലേ ബാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന്റെ ആവശ്യം എന്താണ്? ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നുള്ളത് ഇന്ത്യക്കാരെല്ലാവരും അറിയട്ടെ. ഇതായിരുന്നു AIDWയുടെ വാദം. അവർ അതിനെതിരെ പ്രതികരിച്ചെങ്കിലും ഇന്ത്യ ഗവൺമെന്റ് അതിനെ തള്ളിക്കളഞ്ഞു. അവർ ഇന്ത്യയിൽ മൊത്തം ഈ BBCയുടെ ഈ ഡോക്യുമെന്ററി പ്രക്ഷേപണം ചെയ്യുന്നത്, സ്ക്രീൻ ചെയ്യുന്നത് നിരോധിച്ചു. പക്ഷെ AIDW അന്നും ധീരമായ ഒരു സ്റ്റെപ്പ് എടുത്തു. AIDWയുടെ ഹൈദരാബാദ് ചാപ്റ്റർ അത് പബ്ലിക് സ്ക്രീനിങ് നടത്തി. ഞാൻ ആ സമയത്ത് ഹൈദരാബാദിൽ ഉണ്ടായിരുന്നു. അങ്ങനെ സ്ത്രീകളുടെ തുല്യതയ്ക്ക് വേണ്ടിയിട്ട്, തുല്യ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എന്നൊന്നും നിലകൊണ്ടിട്ടുള്ള ഒരു സംഘടനയാണ് AIDW. ഇതിനകത്ത് അംഗത്വത്തിനത്തെ ഫീസ് എന്നറിയോ? വെറും ₹1. എത്ര അംഗങ്ങളുണ്ടെന്നറിയോ? ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള സംഘടനയാണ് ഇതെന്ന്. 1.1 crore, 1,10,00,000 അംഗങ്ങളുള്ള ഒരു സംഘടനയാണിത്. അതിപ്പോഴും വളർന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലാ വർഷവും ഫീസ് പിരിച്ച് കാശുണ്ടാക്കുന്ന ഒരു സംഘടനയല്ല ഇത്. ഈ സംഘടന നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്ന ഓരോ വോളണ്ടിയറും അവരുടെ കയ്യിൽ നിന്ന് കാശ് ചെലവാക്കിയാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തിനു വേണ്ടിയിട്ട്? സഹോദരിമാരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, തുല്യതയ്ക്ക് വേണ്ടിയിട്ട്, അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് തങ്ങളെ കൊണ്ടാവുന്ന അവർ ചെയ്യുന്നു. പുതിയ പുതിയ ആളുകൾ ഈ സംഘടനയിലേക്ക് വരുന്നു. ചെറുപ്പക്കാരെ, ടീനേജേഴ്സിനെ, അല്ലെ 20-കളിലുള്ള 30-കളിലുള്ള സ്ത്രീകളെ, നമ്മുടെ സഹോദരിമാരെ ഈ സംഘടനയിലേക്ക് ചേരാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഘടനയാണ്. ഇത്രയും പ്രായമായിട്ടും ശ്രീമതി ടീച്ചർ ചെയ്യുന്ന ഈ ധീരമായ ഒരു പ്രവൃത്തി, സ്വന്തം ആരോഗ്യം കാര്യമാക്കാതെ ഇന്ത്യ മുഴുവൻ, ഇന്ത്യയിലെ പല നഗരങ്ങളിലും യാത്ര ചെയ്ത് ഈ ഒരു സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് ശ്രീമതി ടീച്ചർ. എന്തുകൊണ്ട് അതുപോലെ നിങ്ങൾക്കും ആയിക്കൂടാ? AIDWയുടെ 14ാമത്തെ കോൺഫറൻസിന് എല്ലാ ആശംസകളും നേടുന്നു. ശ്രീമതി ടീച്ചർക്കും മറ്റു കൂടെയുള്ള എല്ലാ സംഘാടകർക്കും വിജയം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു.